സച്ചിൻ ദൂരെ നിന്ന് കാണുന്നവരുടെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സംഭവ സ്ഥലത്തു നിന്ന് ഈ കാഴ്ചകൾ കാണുന്ന സച്ചിനും റഹീമും ലെവിൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, മറ്റ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, കുടുംബക്കാർ, ഇവരുടെയൊക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴും അവിടെ കുടുംബാംഗങ്ങളെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവിടെ അന്വേഷിച്ചെത്തുന്ന ആളുകളുണ്ടോ? അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസുകാർ ഇവരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നും നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? മുണ്ടത്തിക്കോടിന്റെ നടുക്കം ഇതുവരെ മാറിയിട്ടില്ല. സമീപ പ്രദേശത്തെ വീടുകളിൽ, അതായത് ഈ സ്ഫോടനം നടന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലുള്ള ആളുകൾക്കടക്കം ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം പല വീടുകളുടെയും ഗ്ലാസ് ചില്ലുകൾ അടക്കം തകർന്ന് വീണിട്ടുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ സ്ഫോടനമാണ് വ്യാപകമായ രീതിയിൽ നടന്നത് എന്ന കാര്യം പോലും നാട്ടുകാർക്കും വീട്ടുകാർക്കെല്ലാം ബോധ്യമാവുന്നത്. ഉടൻ തന്നെ ആളുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഭൂചലനമാണ് എന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടെന്ന് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ സമീപത്ത് തന്നെയുള്ള വെടിക്കെട്ട് നിർമ്മാണശാലയിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിലും പെടുന്നത്. വലിയ ഒരു ഭീതിജനകമായ കാഴ്ച തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. പല വീടുകൾക്കും കേടുപാടുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനകളെല്ലാം നാളെ നടക്കും. റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെല്ലാം തന്നെ സ്ഫോടനം നടന്ന ഇത്തരം വിവരം വന്ന ഉടനെ തന്നെ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ സ്ഫോടനം നടന്ന പ്രദേശത്ത് ഏകദേശം പരിശോധനകളെല്ലാം രാത്രിയോടുകൂടെ അവസാനിച്ചിരിക്കുകയാണ്.